ഡൽഹിയിലാണ്. ഡൽഹിയിൽ നമ്മുടെ ഉറുദു ബസാർ റോഡിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പിന്നെ കാണുന്നത് ഇവിടുത്തെ ഡൽഹി ജമാ മസ്ജിദാണ് കാണുന്നത്. അപ്പോൾ ജമാ മസ്ജിദിനുള്ളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അദ്ദേഹം ആ ഒരു ഇലക്ഷൻ സ്ഥാനാർത്ഥി പോലീസുകാരുടെ അകമ്പടിയോടുകൂടി ഇവിടെ വോട്ട് ചോദിച്ച് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവസാനം കണ്ടത്. അപ്പോൾ എല്ലാവരും ഈ പോലീസുകാരൊക്കെ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നത് നോക്കി എന്താണ് സംഭവം എന്ന് നോക്കിയിരിക്കുന്ന പല ആളുകളും ഉണ്ട്. അപ്പോൾ ഡൽഹിയുടെ പഴയ ആ ഒരു കുറച്ച് സ്ട്രീറ്റുകളും മറ്റുമൊക്കെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ ഇവിടെ വേറൊരു കാഴ്ച നിങ്ങൾ കണ്ടോ? ഇവിടെ ഒരു ആടിനെ ചാക്ക് ഉറപ്പിച്ച് വെച്ചിരിക്കുന്നു. കൊള്ളാം അല്ലേ? ആ ഡൽഹി ജുമാ മസ്ജിദിൻ്റെ മുമ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ മുൻപിൽ കയറി വരുമ്പോൾ തന്നെ നമുക്കിവിടെ CAA-ക്കെതിരെ ഒരു സമരം നടക്കുന്നത് കാണാം. കുറേ നാളായിട്ട് നടക്കുന്നൊരു സമരമാണ്. പഴയ കാലത്ത്, അതായത് ഷാജഹാൻ ചക്രവർത്തിയുടെ സമയത്ത് നിർമ്മിച്ച ഒരു പള്ളിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 25,000-ഓളം ആളുകളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു വലിയൊരു പള്ളി തന്നെയാണ് ഇത്. അപ്പോൾ ഇവിടെ കുറേ ആളുകൾ CAA-ക്കെതിരെ ഒരു സമരം ഇവിടെ നടക്കുന്നുണ്ട്. കണ്ടോ? കുറേ പോസ്റ്ററുകളും മറ്റുമൊക്കെ വെച്ചിട്ട് അതിനെതിരെയുള്ള സമരമാണ്. കണ്ടോ? അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലേക്ക് ഷൂ പുറത്തിടണം. ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിന് മുമ്പ് ചെരുപ്പ് പുറത്തിടണം. അപ്പോൾ ചെരുപ്പ് നമ്മളിവിടെ ഒരു പുള്ളിയെടുത്ത് വെച്ചു. TikTok ഈസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ് ഇൻസൈഡ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ധാരാളം കടകളും കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇതിനുള്ളിലേക്ക് കയറാനായിട്ട് ഫീസൊന്നുമില്ല, പക്ഷേ 300 രൂപ കൊടുക്കണം ക്യാമറ ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ക്യാമറ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള 300 രൂപ ടിക്കറ്റ് ഞാൻ ഓൾറെഡി എടുത്ത്. മൊബൈൽ ഫോൺ ആണെങ്കിൽ പോലും 300 രൂപ കൊടുക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. TikTok സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്, കാരണം ആൾക്കാർ വന്ന് മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയായിരിക്കാം. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്കിനും നമുക്ക് കാണാൻ സാധിക്കുന്ന വലിയൊരു നടുമുറ്റത്തിൻ്റെ ഇപ്പുറത്തായിട്ട് ഇതാണ് ഇവിടുത്തെ പ്രധാന ഗോപുരം. ഏകദേശം 400 മീറ്ററോളം ഉയരമുള്ള മിനാരയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ചുറ്റും ആ ഒരു ചെങ്കൽ കോട്ട എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ? എന്തായിരിക്കും ഈ കൺസ്ട്രക്ഷൻ എന്ത് വെച്ചായിരിക്കും ചെയ്തിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഇതൊരു മുഗൾ ശൈലിയാണ്, ഒരു പേർഷ്യൻ മുഗൾ ശൈലിയാണ്. ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഈ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ടൈപ്പ് കല്ലുകളാണെന്ന് തോന്നുന്നു. നമ്മൾ ഡൽഹിയിലെ പല ചുവപ്പുകോട്ടയും അതുപോലുള്ള പല പഴയ കെട്ടിടങ്ങളും ഇത്തരം കല്ലുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതെ. അതിനകത്ത് മാർബിളും ഉണ്ട്. മാർബിൾ വൈറ്റ് ആയിട്ട് കാണുന്ന പാട്ടെല്ലാം മാർബിളാണ്. അതെ. ജമാ മസ്ജിദ് ഡൽഹി ശരിക്കും ഡൽഹിയിലെ എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പള്ളിയാണ് ഈ ഒരു പള്ളി എന്ന് നമുക്ക് പറയാം. ഇത് ശരിക്കും മറ്റേ മുഗൾ എംപറർ ആയിരുന്ന ഷാജഹാൻ 1650-നും 1656-നും ഇടയ്ക്ക് ഏകദേശം 1 മില്യൺ റുപ്പീസ് അന്നത്തെ, അതായത് 10 ലക്ഷം രൂപ അല്ലേ, 10 ലക്ഷം രൂപ ചെലവഴിച്ച് ഉണ്ടാക്കിയ ഒരു പള്ളിയാണ് ഇത്. ഈ പള്ളിക്ക് ചുറ്റും 3 ഗേറ്റുകളാണുള്ളത്. 3 ഗേറ്റുകൾ മാത്രമല്ല, ഇതിൻ്റെ ഈ 40 മീറ്ററോളം ഉയരമുള്ള ഈ 2 മിനാരയാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. സാൻഡ് മാർബിളും വെച്ചിട്ടാണ് ഈ പള്ളി ഉണ്ടാക്കിയിരിക്കുന്നത്. ഏകദേശം 25,000-ഓളം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വലിയൊരു പള്ളിയാണ് ഇതെന്ന് നമുക്ക് പറയാം. 3 ഡോമാണ് നമുക്ക് നടുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പുറം ഇപ്പുറം 2 വലിയ മിനാരെ നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ പള്ളിക്കുള്ളിലെ നിരത്തിൽ ഏകദേശം 899 ബ്ലാക്ക് ബോർഡേഴ്സ് വരച്ചിട്ടുണ്ട് വർഷിപ്പേഴ്സിന്, അതായത് പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകൾക്ക് വേണ്ടി വരച്ചിട്ടുണ്ട്. ഏകദേശം 6000-ഓളം ജീവനക്കാർ 6 വർഷത്തോളം പണിയെടുത്തിട്ടാണ് ഈ ഒരു വലിയൊരു മോസ്ക് ഇവിടെ നിർമ്മിച്ചെടുത്തത്. ഇതിൻ്റെ ശരിക്കുള്ള പേര് മസ്ജിദ് ഇ ജഹാൻ നുമ എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വ്യൂ ഓഫ് ദ വേൾഡ്, ലോകത്തെ കാണാം, ലോകത്തിൻ്റെ കാഴ്ചപ്പാട് എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു അർത്ഥത്തിലാണ് ആ ഒരു പേര് വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതേ സ്ഥലത്ത് ഡൽഹിയിൽ തന്നെ റെഡ് ഫോർട്ട് പണിതിരിക്കുന്നത് ഈ മോസ്ക് സ്ഥിതി ചെയ്യുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ഈ ഷാജഹാൻ തന്നെയാണ് നമ്മുടെ ആഗ്രയിലെ താജ്മഹലും നിർമ്മിച്ചത്. ഇതിൻ്റെ ഗേറ്റ് നമ്പർ 1-ലൂടെയാണ് ഞങ്ങളിപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മേളിലൊരു ടവറുണ്ട്. ഈ ടവറിന് മുകളിലേക്ക് കയറാനായിട്ട് വേറെ ടിക്കറ്റ് വേണം എടുക്കണം. നമ്മളിപ്പോൾ എന്തായാലും അതിൻ്റെ മേളിൽ കയറുന്നില്ല. ഇവിടെ പള്ളികളിലേക്ക് പ്രാർത്ഥിക്കാൻ വരുന്ന ആളുകൾക്ക് അംഗശുദ്ധി വരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കുളമാണ് ഇവിടെ മുൻപിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ? വലിയൊരു കുളമാണ്. ഇതിൻ്റെ ഇവിടെ ഇരുന്ന് അംഗശുദ്ധി വരുത്താൻ വേണ്ടിയുള്ളൊരു കുളമാണ്. അപ്പോൾ ഇവിടെ പ്രാർത്ഥനാ സമയങ്ങളൊഴികെ ബാക്കിയുള്ള സമയങ്ങളിൽ നമുക്ക് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന ആ ഒരു കവാടം, പ്രധാന ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് മാർബിൾ കൊണ്ട് ചെയ്തിരിക്കുന്ന ആ ഒരു അപൂർവമായിട്ടുള്ള ആ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. കുറേ
കാര്യങ്ങൾ അവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവത്തില്ല. അത് അറബിക്കിലായിരിക്കുമോ? അതെ അതെ, അറബിക്കിലാണ് എഴുതിയിരിക്കുന്നത്. ആ ഭാഗമാണ് മെക്ക പോയിന്റ് ചെയ്തുകൊണ്ടുള്ളൊരു കാര്യം. ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ടിക്ടോക്ക് ഈസ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഫോറിനേഴ്സ് അടക്കം ധാരാളം ആളുകൾ ഇവിടെ വരുന്നുണ്ട്. ഇത് കണ്ടോ, ഇതാണ് ഈ സംഭവം മാർക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞില്ലേ, മാർബിളിലെല്ലാം കംപ്ലീറ്റ്. അതായത് മാർബിളിൽ ഇത്തരത്തിലുള്ള 899 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ളത്. ഇത് മക്കയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഈ സംഭവം പോയിന്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? കൊള്ളാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴത്തേക്കിനും ഇത് കിടുവാണ് കേട്ടോ. രക്ഷയില്ല. വലിയൊരു ഷാൻലിയർ ഇവിടെ തൂക്കിയിട്ടിട്ടുണ്ട്. ശരി, അതിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം നല്ലതായിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്. ഡൊണേഷൻ ബോക്സ്, പിന്നെ ആ ഒരു വൈറ്റ് മാർബിളിൽ ചെയ്തിരിക്കുന്ന കാര്യം കൊള്ളാം. എന്തായാലും വളരെ മികച്ച രീതിയിൽ ആ ഒരു പഴയ കൺസ്ട്രക്ഷൻ അമേസിങ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങേയറ്റം വരെ ഒന്ന് നമുക്ക് നടക്കാം. ഇവിടെ പ്രാർത്ഥനാ സമയമല്ല, പക്ഷേ എന്നിരുന്നാലും കുറച്ച് ആളുകൾ ഇവിടെ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു സംഭവം ശരിക്കും എന്ത് തണുപ്പാണെന്നറിയാം ഇതിലൊന്ന് തൊടാനായിട്ടിപ്പോൾ. ഒന്നാമത് ഡൽഹിയിൽ ഇപ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ ഈ തണുപ്പിന് പുറമെ ഇതിങ്ങനെ തണുത്ത് നിൽക്കുകയാണ് ഈ ഒരു സംഭവം. ശരിക്കും ചൂട് വരുമ്പോഴും ഇത് തണുത്തിരിക്കും. ഇതിനകത്തൊരു പ്രത്യേകത അങ്ങനെയാണ്. അതെ, ഈ കല്ലിൻ്റെ ഒരു പ്രത്യേകത അതാണ് സംഭവം. വേനൽക്കാലത്തും ഉണ്ടാവും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മാർബിൾ ആണെങ്കിലും നമ്മുടെ സാൻഡ് സ്റ്റോൺ ആണെങ്കിലും അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. ഈ ഡൽഹി ജുമാ മസ്ജിദ് ശരിക്കും ഇത് നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലമുണ്ടല്ലോ, ഇത് ഭയങ്കര സംഭവമാണ്. ഇതിൻ്റെ പ്രാധാന്യങ്ങൾ അറിയാവുന്നവർക്ക് അറിയാം. ശരിക്കും ഒട്ടേറെ ചരിത്രം ഉറങ്ങുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ഈ ചുറ്റും കാണുന്ന കാഴ്ചകളും ബാക്കിയുള്ള സംഭവങ്ങളും മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ആളുകൾ ഇവിടെ ജസ്റ്റ് റിലാക്സ് ചെയ്യാനും വെറുതെ ഫോട്ടോ എടുക്കാനും ഇങ്ങനെ ഇത്തരത്തിൽ ഇളവയിൽ കായാനും കുറച്ച് സമാധാനമായിട്ട് ഇരിക്കാനും മറ്റുമൊക്കെ വന്നിരിക്കുന്ന കാഴ്ചകളാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് റെഡ് ഫോർട്ട് പണിതിട്ടുണ്ടെന്ന്, ഷാജഹാൻ തന്നെ. നമുക്കത് ഇവിടെ നിന്നാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ പള്ളിയുടെ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ നിന്നാൽ ആ റെഡ് ഫോർട്ട് പൂർണ്ണമായിട്ട് കാണാൻ സാധിക്കും. ഞാനതൊന്ന് കാണിച്ചു തരാം. ഇവിടുത്തെ ഗേറ്റ് 1 ആണത്. ഗേറ്റ് 2 ആണ് ഇത്. ഗേറ്റ് 2-ൻ്റെ ബാക്കിലാണ് റെഡ് ഫോർട്ട് വരുന്നത്. പിന്നെ അവിടെ ഗേറ്റ് 3. ഇതിൻ്റെ ഗേറ്റ് 4 ഇല്ല. ഇതിൻ്റെ ബാക്കിൽ ഗേറ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ആ റെഡ് ഫോർട്ട് ഒന്ന് കാണാം. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഈ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നാൽ കാണാൻ പറ്റുമായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. രണ്ടാമത്തെ ഗേറ്റിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആ ഒരു റെഡ് ഫോർട്ട് ഇവിടെ നിന്ന് നമുക്ക് കാണാം. കേട്ടോ, മുൻപിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ നടന്നു വരുന്ന ഒരു പാത. അങ്ങ് ദൂരെ അവിടെ കാണുന്നതാണ് നമ്മളുടെ റെഡ് ഫോർട്ട്. അതിന് മുൻപിൽ ആ റെഡ് ഫോർട്ടിൽ നിന്ന് ഇവിടേക്ക് വരാനുള്ള പ്രധാന പാത. അവിടെയൊക്കെ കച്ചവട കാര്യങ്ങളാണ്, ചെറുകിട കച്ചവടങ്ങളാണ്. എന്തോരം പരുന്തുകളാണ് ഇതെന്താ ഇത്? ഇത്രയും പരുന്തുകൾ വട്ടമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നെ, ഇതെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. ഇല്ല, അവിടെ അതിൻ്റെ താഴെ എന്തെങ്കിലും മീറ്റ് ഒക്കെ. എന്നാലും ഇത്രയും മരുന്നുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുമോ? ഈ 1857 നമ്മൾ ആദ്യ സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്ന കാലത്ത് അതിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു ഈ മസ്ജിദ്. അപ്പോൾ ആ സമയത്ത് ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചൊതുക്കാനായിട്ട് അവർ ഈ മസ്ജിദ് കൈവശപ്പെടുത്തുകയും ഇതിനകത്തേക്കുള്ള പ്രവേശനം പൂർണ്ണമായിട്ടും നിരോധിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ ബ്രിട്ടീഷുകാരുടെ കുതിരകളെ വളർത്തുന്ന സ്ഥലവും ഒക്കെ ആയിട്ട് അവരിതിനെ മാറ്റി. അവരൊരു പട്ടാള ക്യാമ്പായിട്ടൊക്കെ മാറ്റി. മാത്രമല്ല അവർ ഇതിനകത്ത് മദ്യം പോലും കഴിക്കുകയും ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ വർഷങ്ങൾ അവരുടെ കൈവശത്തിൽ വെച്ചതിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലത്താണ് ഇത് വീണ്ടും ഇതിൻ്റെ മുസ്ലിംസിന് വീണ്ടും തിരിച്ച് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിന്ന് നമുക്കിനി പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് ബാക്ക് ടു നമ്മളുടെ മാർക്കറ്റ് സ്ട്രീറ്റ് കുറച്ച് ഫുഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ പള്ളിയോട് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ പുറത്തേക്ക്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ക്ഷമിക്കുക. കാരണം എനിക്ക് അറിയാവുന്ന ഒരു പരിമിതമായ അറിവിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. ഈ റിക്ഷ റൈഡ് ഇവിടുത്തെ ഒരു ഭയങ്കര സംഭവം കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു ടൂറിസമാണ്. അതായത് സായിപ്പന്മാരൊക്കെ ഇവിടുത്തെ റിക്ഷയിൽ കയറി പോകുന്നു. നമുക്കിനി എങ്ങോട്ടാണ് പോകണ്ടേ? നമുക്ക് അങ്ങോട്ട് പോയാലോ? ആ സ്ട്രീറ്റ് കണ്ടിട്ട് ഒരു നല്ല ഭംഗിയുള്ള സ്ട്രീറ്റായിട്ട് തോന്നുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അപ്പോൾ ഇതിൻ്റെ പള്ളിക്ക് നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു സ്ട്രീറ്റിലേക്കാണ്. ഞാനൊന്ന് ക്രോസ് ചെയ്തോട്ടെ ചേട്ടാ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബ്യൂട്ടിഫുൾ. ഹോൺ അടിക്കുന്ന ആൾക്കാർ ചറപറ ഹോൺ അടിക്കുകയാണ്. ഇതിനകത്തൂടെ നടക്കാൻ തന്നെ സ്ഥലമില്ല. അതിനിടയ്ക്കാണ് വണ്ടികൾ പോകുന്നത്. എന്താ രസം! ഹോണടിക്കുക,
ഹോണടിക്കുക, വേറെ പരിപാടികളൊന്നുമില്ല. മട്ടിയ മഹൽ റോഡെന്നാണ് നമ്മളിപ്പോൾ നടക്കുന്ന ഈ റോഡിൻ്റെ പേര്. മട്ടിയ മഹൽ ബസാർ എന്ന് വേണേൽ പറയാം, സ്ട്രീറ്റ് എന്ന് പറയാം. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് കിട്ടുന്നത് നോൺ വെജ് വിഭവങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വെറൈറ്റി ഉള്ളത് എന്നൊക്കെ നമുക്ക് പോയി നോക്കണം. ഇത് കണ്ടോ, പാത്രങ്ങളിൽ വളരെ ഭംഗിയോടുകൂടി ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇവിടെ റസ്ക്, വ്യത്യസ്ത തരത്തിലുള്ള റസ്കും ബണ്ണും ബ്രെഡും അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഈ കടയിൽ വിൽക്കുന്നത്. തൊട്ടിപ്പുറത്തും അതുപോലെ തന്നെ സാധനങ്ങളാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. ഉള്ളിലൊരു മെഡിക്കൽ സ്റ്റോർ എന്തോ ആണെന്ന് തോന്നുന്നു. ഇവിടെ എന്താണ് ഇവിടുത്തെ വെറൈറ്റി നമുക്ക് നോക്കാമല്ലോ. എന്താണ് ഇവിടുത്തെ വ്യത്യസ്തമായ കാഴ്ചകളല്ലേ, വ്യത്യസ്തമായ രുചികൾ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് നോക്കാമല്ലോ. ഇത് കണ്ടോ, നോട്ടിൻ്റെ സാധനം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ, നോട്ടുമാലയൊന്നും ഉണ്ടാക്കാൻ പാടില്ലല്ലോ. ഇത് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടായിരിക്കും അല്ലേ? സാധനം കണ്ടത് നോട്ടിൻ്റെ ഒറിജിനൽ നോട്ട് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മഹാചറ്റത്തരവും തെണ്ടിത്തരവുമാണ് ആ സംഭവം. കാരണം ഇന്ത്യൻസ് ആണോ എന്ന് ചോദിച്ചത്. എന്നോട് ആദ്യം ചോദിച്ചു നമ്മൾ എവിടെ നിന്നാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കേരളത്തിൽ നിന്നാന്ന് പറഞ്ഞു. നിങ്ങൾ ഇന്ത്യക്കാരല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട് കണ്ടാൽ മനസ്സിലാവൂലേ എന്നൊക്കെ ചോദിച്ചു. ഞാനപ്പം കാര്യം സീൻ കോൺട്രാണെന്ന് മനസ്സിലായതുകൊണ്ട് ഞാനവിടെ നിന്ന് മുങ്ങി. അല്ല, പ്രശ്നം എന്തല്ല, ഇങ്ങനെ നമുക്കൊരു നോട്ടുമാല ഉണ്ടാക്കാൻ പോലും നമുക്ക് അനുവാദമില്ല. നോട്ടുമാലയെന്ന് മാത്രമല്ല, അനുവേട്ട പോലെ എനിക്ക് നോട്ടുമാലയെന്ന് മാത്രമല്ല, അത് ശരിക്കും നിയമവിരുദ്ധമാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഡൽഹി നഗരത്തിൽ ഇത്രയും മുമ്പിൽ നോട്ടും കൊണ്ട്, ഒറിജിനൽ നോട്ടും കൊണ്ട് ഞാൻ ഒറിജിനൽ നോട്ടാന്ന് നോക്കുമായിരുന്നു. ഇങ്ങനൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെ മോശമാണ്. ഇവിടെ കുറേ ആളുകൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് താഴെ. ഇതെന്താ സൗജന്യമായിട്ട് കൊടുക്കുന്ന വല്ലതും ആണോ? എനിക്ക് തോന്നുന്നു എന്തോ വർക്കേഴ്സ് അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണെന്ന് തോന്നുന്നു. ഇവിടെ കുറേ ആളുകൾ വർക്കേഴ്സാണ് ഇവരിവിടെ ഇരുന്ന് താഴെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പുറത്ത് ക്യൂ നിന്ന് ഭക്ഷണം വാങ്ങിക്കുന്നു. ഇതെന്താണ് ഇവിടെ ഇങ്ങനൊരു കാഴ്ച കാണുന്നത് നമുക്ക് നോക്കാമല്ലോ. ഇത് കണ്ടോ, ഇത് സൗജന്യമായിട്ട് കൊടുക്കുന്നതാണോ എന്നറിയില്ല. പക്ഷേ എന്നാലും നോക്കി എന്ത് കഷ്ടമാണെന്ന് നോക്കി ഇവിടെ കാണുന്നത്. അവരുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് നോക്കുക എന്താണെന്നുള്ളത്. ഇതൊക്കെ എവിടെ നിന്നുള്ള ആൾക്കാരായിരിക്കും? ഇന്ത്യക്കാരനായിരിക്കുമോ? കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്കാരാണെന്നുള്ളത്. കാരണം നമ്മളാരും ഇങ്ങനെയൊന്നും ഇരുന്ന് ഭക്ഷണം കഴിക്കാനും മറ്റൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വളരെ കഷ്ടമുണ്ട് ഈ ഒരു കാഴ്ച ഇവിടെ കാണാനായിട്ട്. ഈ ഒരു സ്ട്രീറ്റിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഇവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. വെറൈറ്റി സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. എല്ലാം മധുരമാണ്. എനിക്ക് മധുര സാധനങ്ങൾ ട്രൈ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. ജാസൂട്ടിയുമായിട്ട് പോകുന്ന ഒരാൾ തുണി, പെൺകുട്ടികളുടെ വസ്ത്രം വിൽക്കാനായിട്ട് കൊണ്ട് നടക്കുന്നു. ഒരു മധുര പലഹാരം ഇവിടെ വെച്ചിരിക്കുന്നത്. ഇസ്കാ നാം ക്യാ ഹൈ? ഷായി ഷീർമാൽ എന്ന് പറഞ്ഞൊരു സാധനമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? ആണല്ലേ? ഷായി ഷീർമാൽ എന്ന് പറഞ്ഞുകൊണ്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നുണ്ടോ? ഇതിൽ ധാരാളം നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ബദാമും കശുവണ്ടി അങ്ങനെ കുറേ നട്ട്സ് ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. കണ്ടോ, ആ ബോർമേലിട്ട് ചുട്ട് എടുത്തുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് ഇവിടെ ഇങ്ങനെ പലതരത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് വാങ്ങിച്ചുകൊണ്ട് പോകും. അത് ഇങ്ങനെ അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇത് പിസ്സ പോലത്തെ ഒരു സാധനമാണ് അല്ലേ? പല ടോപ്പിങ്സ് വെച്ചിട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനമാണ്. ബദാം പിസ്ത വെച്ചിട്ടുള്ള സാധനമാണ്. ഓ കിറ്റ്നേക്കാ? 70 rupees കാ? ഓ അത് ശരി. ബദാം കാജു പിസ്ത. ഓ 70 രൂപ 50 രൂപയ്ക്കാണ് ഈ സാധനത്തിൻ്റെ വില. 35. ഓ ഓക്കെ. ഞങ്ങൾ രണ്ടുപേരും മധുരപ്രിയർ അല്ലാത്തത് കൊണ്ട്, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ കഴിക്കുകയില്ലാത്തത് കൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല. ഇവിടെ ഇറച്ചി കോഴിയാണോ, കോഴി വെട്ടി നുറുക്കി ഫ്രൈ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി അകത്തിരുന്ന് കഴിക്കാം. ഫ്രൈ ചെയ്ത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ, അടിപൊളി. ഒരു പീസ് കഴിക്കാം നമുക്ക്. ഇവർ ഇതിങ്ങനെ മസാലയൊക്കെ തേച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കണ്ടോ, എന്നിട്ട് നമ്മൾ വറുത്ത് ആ എണ്ണയിലിട്ടിങ്ങനെ വറുത്തെടുത്ത് തരും. ഒരാൾ കോഴി ഇവിടെ ഇരുന്ന് ലൈവ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല വൃത്തിക്ക് കേട്ടോ, ചോര കാര്യങ്ങളൊന്നും കാണുന്നില്ല. നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് അവിടെ ഒരാളത് മാരിനേറ്റ് ചെയ്യുന്നു. മാരിനേറ്റ് ചെയ്ത സാധനം ഇവിടെ ഇങ്ങനെ വന്നിരിക്കുന്നു. ഇത് എന്നിട്ട് ഇവിടെ വെച്ച് വറക്കുന്നു. വറുത്തതിന് ശേഷം നമുക്കിതിപ്പോൾ റെഡിയാക്കി തരും. സ്ട്രീറ്റിലെ തിരക്കും ആൾക്കാരുടെ ഹോണടിയുമാണ് ഇവിടെ സഹിക്കാൻ പറ്റാത്തത്. ആൾക്കാർ നടന്നു പോകാനും വണ്ടി പോകാനും എല്ലാം ഒരൊറ്റ വഴിയല്ലേ ഉള്ളൂ. ഇതിൻ്റെ മേളിലൊക്കെ ആൾക്കാർ താമസം കൂടിയുണ്ട്. താഴെ കടകളിലും മേളിലൊക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. ഇതൊക്കെ ഓരോ വീടുകളായിരിക്കും അല്ലേ? ഇതൊരു വീടും അത് വേറെ വീടുമായിരിക്കും. ചിലപ്പോൾ 1, 2, 3, 4, 5, 6 വീടായിരിക്കും ചിലപ്പോൾ ആ കാണുന്നത്. ചെറിയ വഴികളുണ്ട്, വളരെ ചെറിയ വഴികൾ. അതെ, നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രൈ ആയി കണ്ടോ, നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നു. ഇവിടെ ഒന്ന് വറുത്ത സാധനം മുറിച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ഇട്ട് വറക്കും. കണ്ടോ, അങ്ങനെ ചിക്കൻ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ചിക്കൻ്റെ മേളിൽ ഇവർ ഈ പൊടി ഇടും. ഈ പൊടിയാണ്
ഇതിൻ്റെ പെയിൻ ടേസ്റ്റ്. നമ്മൾ ഈ മാഗി വാങ്ങുമ്പോഴേ ഈ മാഗിക്കകത്തെ പൊടിയില്ലേ, ആ മസാല, അത് മാത്രമായിട്ട് തന്നെ ഒരു നല്ല ടേസ്റ്റ് ഇല്ലേ, അതേപോലത്തെ ഒരു സാധനമാണ് ഈ പൊടി. ഇവരുടെ ഒരു ചാറ്റ് മസാല, അതാണ് ടേസ്റ്റ്. പിന്നെ ഒരു സോസ് ഉണ്ട്. അപ്പോൾ ഈ നാരങ്ങയൊക്കെ ഇതിനകത്ത് പിഴിഞ്ഞ്, ഇത് നല്ല കട്ടിയുള്ള നാരങ്ങ, പിഴിയാൻ പറ്റുന്നില്ല. ആ ചിക്കൻ്റെ മേളിലൊക്കെ ഒന്ന് പിഴിഞ്ഞ് നമുക്കിത് ഒരു പീസ് എടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ആഹാ, വെറൈറ്റി ആയിരിക്കും. ഓ, ചൂട് ചൂട്. അതല്ലേ? ഓ, പൊളി പൊളി. ആ ചാറ്റ് മസാലയാണ് അതിൻ്റെ ഹൈലൈറ്റ്. കഴിച്ചു നോക്ക്. വെറൈറ്റി അല്ലേ? ഞാനിതുവരെ ഇങ്ങനൊരു ഫ്ലേവറിലുള്ള ചിക്കൻ കഴിച്ചിട്ടില്ല. പല ടൈപ്പ് ചിക്കൻ പല സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു വെറൈറ്റി സാധനം. വേണമെങ്കിൽ KFC-കാർക്കൊക്കെ ട്രൈ ചെയ്യാവുന്നൊരു റെസിപ്പിയാണ് അല്ലേ? അടിപൊളി കേട്ടോ. ചിക്കൻ വെച്ചിട്ടേ എന്തോരം വിഭവങ്ങളാണ് ഉണ്ടാക്കാൻ സാധിക്കുന്നത് അല്ലേ? വേറെ ഏത് മീറ്റിനെ ഇത്രയധികം വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും? എന്തൊക്കെ ഫ്ലേവർ കൊടുത്തിട്ട് എന്ത് എളുപ്പം ഉണ്ടാക്കുക. ഒരു ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണ് ഈ സാധനം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വരുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യുക. ഹാജി മുഹമ്മദ് ഹുസൈൻ എന്ന് പറഞ്ഞ ഈ ഒരു കടയിൽ നിന്നാണ് ഞാനിത് കഴിച്ചത്. നമ്മുടെ പള്ളീൻ്റെ 1ാമത്തെ ഗേറ്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ തന്നെ മുമ്പിൽ കാണുന്ന ഈ വഴിയിലാണ് ഈ കട. ഇതേപോലെ ഇവിടെ നിന്ന് വറുത്ത് കൊടുക്കുന്ന ഒരു കട. 110 രൂപയായിരുന്നു ആ ചിക്കൻ കഷ്ണത്തിന്. എന്തായാലും ഞങ്ങൾ രണ്ടിനും കൂടെ അത് കഴിച്ച്. ഇന്നത്തെ ഞങ്ങൾ ലഞ്ച് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെയാണ്. ഞങ്ങളിങ്ങനെ പല പല ഫുഡുകൾ ചെറിയ രീതിയിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം 3:30 നമ്മളിങ്ങനെ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല, ആ സ്ട്രീറ്റിലൂടെ നമ്മൾ മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കബാബ് സ്ഥലങ്ങളാണ്. അതായത് ഉണ്ടോ, കബാബ് ഗ്രില്ല് ചെയ്യുന്ന കണ്ടില്ലേ? നോക്ക്, ഗ്രില്ല് ചെയ്യുന്ന കബാബ് ഇവിടെ. കോൺസ പോലെ കബാബ്, ആ बटर चिकन कबाब, हाँ ये तंदूरी है ना? तंदूरी बटर चिकन. ഇത് വാങ്ങിച്ചാലോ ഒരെണ്ണം? മതി മതി. അടുത്ത സംഭവം നോക്കാം. ഇവിടെ നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ എന്തോ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. ഇതെന്താ ഇത്? ചിക്കൻ ലോലിപോപ്പാണ് വെച്ചിരിക്കുന്നത്. ചിക്കൻ ലോലിപോപ്പും ഫിഷ് ടിക്കയും വേണം. ഓമയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടെങ്കിൽ ഇത്രയും വലിപ്പമുള്ള ഓമയ്ക്ക് കണ്ടിട്ടില്ല. ഇത് കണ്ടില്ല, ഒരു 1.5 വലിപ്പം. ആഹാ, എനിക്ക് എന്തായാലും ഇവിടെ ഈ ഒരു ഭാഗത്ത് കണ്ടതിൽ എനിക്ക് ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നത് ഇത്. ഭക്ഷണത്തിനായിട്ട് ആളുകൾ ഇരുത്തിയിരിക്കുന്നത് കണ്ടോ? അഭയാർത്ഥികളെ പോലെ വന്നിരിക്കുന്ന ആൾക്കാരെ പോലെ ഉണ്ടല്ലേ? ആ ഒരു കടയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. അവരുടെ മുഖത്തെ ആ ഒരു നിസ്സഹായാവസ്ഥ ഉണ്ടോ? എനിക്ക് തോന്നുന്നു അടിമകളെ പോലെ ഇരുത്തിയിരിക്കുന്ന പോലെ. അത് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനത്താണ് നമുക്ക് ഈ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നത്. ധാരാളം വിദേശികളടക്കമുള്ള ആളുകൾ വന്നു പോകുന്നൊരു സ്ഥലമാണ്. അവരൊക്കെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് എടുത്ത് പോയി കഴിഞ്ഞാൽ എന്ത് നാണക്കേടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ. നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ നോക്ക്, എന്ത് കഷ്ടമാണ്. ഇങ്ങനെ നോക്കി ഇരുത്തി ഭക്ഷണം കൊടുക്കുന്നത്. ഇവരെ എന്താ അകത്തിരുത്തി ഭക്ഷണം കൊടുത്തൂടെ? ഇതെന്താ സംഭവം എനിക്കറിയില്ല. സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ആണെ പോലും അതിങ്ങനെ ചിങ്ങൻ ഇരുത്തി കൊടുക്കുന്നത് അത് വളരെ മോശമാണ്. എനിക്കത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നുണ്ട്. ചിക്കൻ, ഇവിടെ ചിക്കൻ്റെ വേറെ കുറച്ച് സാധനങ്ങൾ നോക്കി. പൊളി, അടിപൊളി. എന്തായാലും ചിക്കനാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നോക്ക്, ഇത് അവിടെ ചൂടായിട്ട് ലൈവായിട്ട് ഗ്രില്ല് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നു. ആഹാ, സൂപ്പർ. അങ്ങനെ നമ്മൾ ആ സ്ട്രീറ്റിലൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിൽ കാണുന്ന ആ കാഴ്ച നിങ്ങൾ നോക്കിയേ. പെരുമ്പാമ്പാണോ അത്? വൻകുടലും ചെറുകുടലും ഒക്കെ അഴിച്ച് ഇങ്ങനെ ചുറ്റി മറച്ചിട്ടിരിക്കുന്ന പോലെ ഒരു കാഴ്ച നോക്കിയേ. എന്റെ ദൈവമേ, എന്താല്ലേ ഇത് ഇവിടെ കാണുന്നത്? ഹൈടെൻഷൻ ലൈനുകളാണ്. ഹൈടെൻഷൻ ലൈൻ ഈ നമ്മൾ 11 kV ലൈൻസുകളില്ലേ, അങ്ങനെയുള്ള ലൈൻസുകളാണ്. അതെല്ലാം ഇൻസുലേറ്റ് ചെയ്തിട്ട് വിട്ടിരിക്കുകയാണ്. നമ്മളിവിടെ ഇൻസുലേറ്റ് ചെയ്യാത്ത ലൈനുകൾ വരും, ഇവിടെ ഇൻസുലേറ്റ് ചെയ്തിട്ട് വിട്ടിരിക്കുകയാണ്. അങ്ങനെ എന്റെ പൊന്നെ നോക്കി. അങ്ങനെ ആ രസകരമായിട്ടുള്ള ആ ഒരു കേബിളുകൾ ഇങ്ങനെ പോകുന്ന ആ ഒരു സ്ട്രീറ്റിൽ കൂടി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കിനും ചെറിയ ചെറിയ ഷോപ്പുകൾ, അതായത് ചെരുപ്പ് കടകളും ചെറിയ തുണിക്കടകളും മറ്റുമൊക്കെയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത്. ഓ എൻ്റെ പൊന്നേ, ആ ചേട്ടൻ അതിൻ്റെ മേളിൽ ഇരുന്ന് പോകുന്ന കണ്ട. ഒരു ലഗേജും ഉണ്ട്, ഒരു ചേട്ടനും ഉണ്ട്. ആളുകളൊക്കെ ഇരുന്ന് പോകുന്ന ആ ഒരു കാഴ്ച, ഇതൊക്കെ നമുക്ക് വേറെ എവിടെയാണ് കാണാൻ സാധിക്കുക അല്ലേ? എനിക്കിവിടെ നിന്ന് അനങ്ങാൻ പറ്റുന്നില്ല, അതുപോലത്തെ ഒരു സ്ഥലം. ഇത് ഭയങ്കര ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രീറ്റാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിനകത്തൂടെ നടക്കാൻ തന്നെ. നോക്കി കണ്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ കാലിൻ്റെ മേളിൽ കൂടെ ചക്രങ്ങളൊക്കെ കയറി ഇറങ്ങിപ്പോകും. അതുപോലത്തെ കാഴ്ച. നമുക്ക് തിരിച്ച് മെട്രോ സ്റ്റേഷനിൽ പോകുമ്പോഴത്തേക്കിനും ഇതുപോലൊരു വണ്ടി പിടിച്ചിട്ട് നമുക്ക് മെട്രോയിൽ പോകാം. അതായിരിക്കും നല്ലത്. ബൈച്ചേട്ടൻ വിളിച്ചായിരുന്നു. ബൈച്ചേട്ടൻ ഇവിടെ മറ്റേ ഓട്ടോ എക്സ്പോയിൽ നിൽക്കുകയാണ്. ഏഷ്യാനെറ്റിൻ്റെ ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എന്താ പറഞ്ഞേ? ബൈച്ചേട്ടൻ പറയുന്നത് നടന്ന് ക്ഷീണിച്ചിട്ട് കാല് വയ്യാതെ ഒരു മൂലയ്ക്ക് ഇരിക്കുകയാണെന്ന് പറയുന്നു.
നമ്മളും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞുകൂടാറ്. നമ്മളും അങ്ങനെയാണ് നടന്ന് ക്ഷീണിച്ചു. പക്ഷേ ഈ നടക്കുന്നതിനിടക്കെല്ലാം ഓരോന്നിങ്ങനെ ഇങ്ങനെ കഴിക്കുന്നുമുണ്ട്. അതാണ് നമ്മൾ ചെയ്യുന്നൊരു വ്യത്യാസം. ഈ ഒരു നഗരത്തിൽ ഇതുപോലെയുള്ള എത്രത്തോളം സൈക്കിൾ റിക്ഷകളുണ്ടെന്ന് ഒരു കണക്കെടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അത്രയധികം സൈക്കിൾ റിക്ഷകളാണ് ഈ ഒരു ഡൽഹി നഗരത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും കാണാൻ നമുക്ക് ഈ വണ്ടി എന്നെ വന്നിടിച്ച്. നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള സൈക്കിൾ റിക്ഷകൾ കാണാൻ സാധിക്കും. കൊച്ചു കുട്ടികളൊക്കെ ആയിട്ടിരുന്ന് പോകുന്നതുണ്ട്. നമുക്ക് ഇതിനിടയ്ക്കൂടെ നടന്നു പോലൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നടക്കാൻ പോലും സ്ഥലമില്ല, അതുപോലെ ട്രാപ്റ്റാണ്. ഞാനൊന്ന് പോയിക്കോട്ടെ. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വണ്ടികൾ, എതിരെ സൈഡിലേക്ക് വണ്ടികൾ. കടകളൊക്കെ കണ്ടോ? അതേ പഴയ രീതിയിൽ താഴെ ഇരുന്ന് സാധനങ്ങളൊക്കെ വാങ്ങാവുന്ന ടൈപ്പ് കടകളാണ് കൂടുതലും. അങ്ങനെ ഞങ്ങൾ നടന്ന് തിരിച്ച് നമ്മുടെ ആ പള്ളിയുടെ ഫ്രണ്ടിലെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരിച്ച് നമ്മൾ നമ്മുടെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. അതിനുവേണ്ടി തിരിച്ച് നടക്കുകയാണ്. ആ റിക്ഷ വണ്ടികൾ നമുക്ക് ധാരാളം ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ചെറിയ റിക്ഷകളും അതേപോലെ തന്നെ മറ്റേ ബാറ്ററി ഓപ്പറേറ്റഡ് റിക്ഷകളും. എൻ്റെ അമ്പോ എന്നെ വന്നിടിച്ചു. എന്താ ഇത്? നോക്കി നടന്നില്ലെങ്കിലേ വണ്ടി വന്ന് കയ്യിലും കാലിലൊക്കെ ഇരിക്കും. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ്, സമ്മതിക്കണം കേട്ടോ. ഒരു വ്യത്യസ്ത അനുഭവമാണ് ഇതുപോലെയുള്ള മാർക്കറ്റുകൾ വരുന്നതും സന്ദർശിക്കുന്നതൊക്കെ. നാം ക്യാ ആപ്കാ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിൽ സൈക്കിൾ റിക്ഷയിൽ കയറിയിട്ട് ഞങ്ങൾ ചൗടി ബസാർ മെട്രോ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലിരിക്കാൻ കുറച്ച് 20 രൂപയാണ് ഇതിൻ്റെ ഫീസ് എന്ന് പറയുന്നത്. അവിടെ പോകുന്നത് 20 ഉള്ളല്ലേ? ഇവിടെ നിന്ന് 600 മീറ്റർ യാത്രയേ ഉള്ളൂ. പക്ഷേ ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇലക്ട്രിക് ആണോ? ഞാൻ ചവിട്ടുന്നതാണെന്ന് കരുതി. ഇത് ഇലക്ട്രിക്കാ? ചവിട്ടുണ്ടല്ലേ? പക്ഷെ ഇത് ചവിട്ടുന്നതാ. നമ്മൾ പോകുന്നത് ഇലക്ട്രിക്കാ. ചവിട്ടുന്നതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക്കലാക്കിയിരിക്കുകയാണ്. ഓ എന്താ അല്ലേ, എന്തൊക്കെ വണ്ടികളല്ലേ. ഇതിനൊക്കെ നമ്പർ ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഇല്ലാവോ അല്ലേ? ഇലക്ട്രിക്കൽ ഒന്നും അങ്ങനെ ലൈസൻസ് ഒന്നും ഇല്ല. ഹോൺ അടിക്കുന്നതാണിത്. ആ വണ്ടിയുടെ ബാക്കിൽ കൊണ്ട് ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഹോൺ അടിക്കുന്നതാണ് കണ്ട കാഴ്ച കാണുന്നത്. ഇതൊരു വ്യത്യസ്ത അനുഭവമാണ്. ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ റിക്ഷയിൽ കയറി ഒരു യാത്രയും കൂടെ വേണം. എന്നാലേ നമുക്ക് ആ ഒരു ഡൽഹി മാർക്കറ്റ് വിസിറ്റ് പൂർത്തിയാവുള്ളൂ. പിടിച്ചില്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് പോകും. നമുക്ക് പണ്ട് ഈ മനുഷ്യൻ ചവിട്ടുന്ന റിക്ഷയിൽ യാത്ര ചെയ്യാനായിട്ട് നമുക്കൊരു വിഷമം ഉണ്ടാവും. അതെ, കാരണം മനുഷ്യനെ വെച്ച് ചവിട്ടുക എന്ന് പറയുന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. പക്ഷേ ഇലക്ട്രിക് റിക്ഷയിലാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നമില്ല. കാരണം നമുക്ക് വളരെ സന്തോഷമായിട്ട് പോകാം. സൈക്കിൾ റിക്ഷയുടെ എല്ലാ സുഖങ്ങളും നമുക്ക് ആസ്വദിക്കാം. അനുപേട്ട, മനുഷ്യൻ വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷകൾ ഡൽഹിയിൽ ഈ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ മനുഷ്യൻ ലഗേജ്, അതായത് മറ്റേ ഗുഡ്സ് കൊണ്ടുപോകുന്ന വലിച്ചുകൊണ്ട് പോകുന്ന റിക്ഷകളുണ്ട്. അതെ, മനുഷ്യൻ അത് നമ്മൾ ആ ഒരു എന്താ പറയുക, മനുഷ്യത്വം കാട്ടിയാണ് അത്തരത്തിലുള്ള വണ്ടികളിൽ ആളുകൾ കയറാത്തത് ഇപ്പോഴും. അതെ അതെ അതെ. ഇത് ചവിട്ടിക്കൊണ്ട് പോകുന്നത് പോലല്ല വലിച്ചോണ്ട് പോകുന്നത്. നമ്മൾ കയറി ഇരുന്ന് വണ്ടി ഇങ്ങനെ വലിച്ചോണ്ട് പോകുന്നത്, അതായത് ഓടി നടന്നും ഒക്കെ വലിച്ചോണ്ട് പോകുന്ന കാഴ്ച ശരിക്കും അത് നമ്മളെ ഒത്തിരി വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇതേ ഇരുന്നൊക്കെ പേടിയാവുക, കയ്യും കാലും ഒക്കെ എവിടെയൊക്കെ ഒഴിയുമോ തട്ടോ. ശരിക്കും ശാസ്ത്രം ഇത്രയും വളർന്നിട്ടും ഇത്രയധികം ഡെവലപ്ഡ് ആയിട്ടും നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള വണ്ടികൾ ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുക എന്ന് പറയുമ്പോഴേ അതൊരു സംഭവമാണ്. ഇതേ ഹോണടിച്ച് എന്റെ പൊന്നു അമ്മേ, കുഴിയൊക്കെ ചാടുമ്പോഴത്തേക്കിനും പിടിച്ചിരുന്നില്ല എന്നുണ്ടെങ്കിൽ പണി വാളും. എത്ര ഫോറിനേഴ്സാണ് ഇവിടെ വരുന്നത്. ഈ വരുന്ന ഫോറിനേഴ്സൊക്കെ ഇത് കാണുമ്പോൾ നമ്മുടെ രാജ്യത്തെക്കുറിച്ചൊക്കെ എന്താണ് വിചാരിക്കാന്നറിയില്ല. കാര്യം പട്ടിയും കുട്ടിയും വണ്ടിയും സകല സാധനങ്ങളും എല്ലാം കൂടെ ഇടകലർന്ന് തീരത്തോടെ പോവുകയാണ്. അപ്പോൾ അവർ നമ്മുടെ ഇന്ത്യയെ കാണുന്നത് ഇതിനകത്തോടാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇന്ത്യയെക്കുറിച്ച് ഈ ഒരു അവികസിത രാജ്യമാണെന്നൊക്കെ പറയാൻ തന്നെ അവർക്ക് തോന്നിപ്പോകും. ശരിക്കും ധാരാളം പുറം രാജ്യങ്ങളിൽ നിന്നുള്ള വ്ളോഗേഴ്സ് നമ്മുടെ നാട്ടിൽ പ്രധാനമായിട്ടും വരുന്നുണ്ട്. അവരെല്ലാം ഇവിടെ വന്നിട്ട് ഇവിടുത്തെ പൂവർട്ടിയും അതേപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളുമാണ് കൂടുതലായിട്ട് ഹൈലൈറ്റ് ചെയ്യപ്പെടുത്തി വ്ളോഗ് ചെയ്തത്. കാരണം അവർക്ക് അതിലാണ് വ്യൂസ് കിട്ടുന്നത്. അത് കണ്ട് കൈയടിക്കാനും കൺഗ്രാജുലേറ്റ് ചെയ്യാനും നമ്മളുടെ ആൾക്കാർ വരെ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് രസം. ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. ഈ ദില്ലിയുടെ നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് ഇത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള വളരെ ഒരു സങ്കീർണമായൊരു ജീവിതമാണ് നമ്മളിവിടെ കാണുന്നതെങ്കിൽ ഇതിന് തൊട്ടപ്പുറത്ത് ബോണട്ട് പ്ലേസ് പോലെയുള്ള അല്ലെങ്കിൽ ചാണക്യപുരി പോലെയൊക്കെയുള്ള സ്ഥലങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ തന്നെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സ്ഥലങ്ങള്, വലിയ വലിയ കൊട്ടാരങ്ങൾ പോലെയുള്ള വീടുകള്, രാജാക്കന്മാരെ പോലെ താമസിക്കുന്ന ആളുകള്, അങ്ങനെയുള്ള ഒരു വലിയ ഒരു വശം കൂടി നമുക്ക് ഡൽഹിക്കുണ്ട്. 2 വശങ്ങളുണ്ട് ഡൽഹിക്ക്. നല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ നഗരങ്ങൾക്കും ഉണ്ട്. പിന്നെ ഈ നാടിൻ്റെയൊക്കെ ഒരു വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
പറഞ്ഞാൽ ഒരു ദിവസം 10 രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. ഇവിടെ ഒരു ദിവസം 1 ലക്ഷം രൂപ വരുമാനമുള്ള ഒരാൾക്ക് ഇവിടെ സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള എല്ലാവരുടെയും അവരവരുടെ വരുമാനത്തിനും സ്റ്റാൻഡേർഡിനും അനുസരിച്ച് ജീവിക്കാനും ജീവിതം എൻജോയ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസുകളും നമുക്ക് ഈ നഗരത്തിൽ ഉണ്ട്. ഈ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകളിൽ കൂടി ഇതിലുള്ള യാത്ര കുറച്ച് ദുർഘടമാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന അത്ര സിമ്പിളല്ല. ഇതിന് സസ്പെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതല്ലെങ്കിൽ ഇരുന്നിരുന്ന് പോവാന്നുള്ളത്. എൻ്റെ പൊന്നേ, ഇങ്ങനെ സമ്മതിക്കണം കേട്ടോ. ഇരുന്ന് ഓടിക്കുന്നതുണ്ടോ? ഈ നടുവിൻ്റെ വേദനയെല്ലാം എടുത്തനുസരിച്ച് ഇതൊന്ന് നേരെയാക്കാൻ പറ്റില്ല. കേരളത്തിലെ തിരുമൽശാലയിൽ വല്ലതും പോകേണ്ടി വരും, കോട്ടയ്ക്കൽ വല്ലതും പോയി കിടക്കേണ്ടി വരും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ കണ്ട ആ മാർക്കറ്റാണ് ഇത്. നമ്മൾ ഇതിലെവിടെയൊക്കെയാണ് നമ്മൾ നടന്ന് അങ്ങോട്ടേക്ക് പോയത്. ഒരു പഴയ കെട്ടിടങ്ങൾ, പഴയ ബിൽഡിങ്ങുകളാണ് ഇവിടെ എല്ലാം കാണാൻ സാധിക്കുന്നത്. ഇതിൽ പിടിച്ചിരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. നമ്മളിങ്ങനെ ഊഴ്ന്ന് നമ്മൾ തന്നെ ഇങ്ങനെ പോവും. ഇത് ഓടിക്കുന്നവനെ സമ്മതിക്കണം. കാരണം എത്ര വണ്ടികളെ ഇടിക്കാതെ, എത്ര മനുഷ്യരെ ഇടിക്കാതെ വേണം ഇതിങ്ങനെ ഓടിച്ചുകൊണ്ട് പോകാമെന്നറിയാം. വാ, അങ്ങനെ ഞങ്ങളിവിടെ വന്ന് ഇറങ്ങി. താങ്ക് യു ഭയ്യ. പാവല്ലേ, ഒരു ദിവസം പുള്ളി എത്ര രൂപ ഉണ്ടാക്കുമായിരിക്കും? ഇതിന് ചാർജ് അവർ പറഞ്ഞില്ല, ഒരു ദിവസം ഫുള്ളിൻ്റെ ചാർജ് നിൽക്കുമെന്ന് പറയുന്നുണ്ട്. ആണോ? ഫുള്ള് നിൽക്കുന്നു. ഒരു 500 രൂപ കിട്ടുമായിരിക്കും അതിനൊരു ദിവസം. ഇത് എങ്ങനെ? ഓ, ഇതിലെ മെട്രോ. അതെ, ഇതാണ് മെട്രോ. ഇതാണ് നമ്മുടെ മെട്രോയിലേക്കുള്ള വഴി. ഇതേ, അയ്യോ ചേട്ടനൊന്ന് തുപ്പിയതാണോ ഇപ്പം എൻ്റെ ദേഹത്ത് വീണാനെ? ഇതാണ് നമ്മളുടെ മെട്രോ സ്റ്റേഷൻ. ചൗടി ബസാർ എന്ന് പറഞ്ഞ മെട്രോ സ്റ്റേഷനാണ് ഇത്. അണ്ടർഗ്രൗണ്ട് മെട്രോയാണ്. ഈ കാണുന്ന സ്ഥലത്തിൻ്റെയൊക്കെ അടിയിൽ കൂടെയാണ് ഈ മെട്രോ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയായിരിക്കും അല്ലേ ഇത് പണിത് ഇവിടെ? ഇത് ഭയങ്കര, ഇത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ്. ഈ അണ്ടർഗ്രൗണ്ട് പ്രോജക്റ്റാണ് ഈ മെട്രോ. ആണോ? ഈ മെട്രോ അന്ന് അവർ ഇതിനു വേണ്ടി ഒരു പ്രത്യേക മെഷീൻ ഡിസൈൻ ചെയ്തു. ഈ ടണൽ കുഴിക്കാനായിട്ട് ഒരു ദിവസം 1 മീറ്റർ ആണ് അത് കുഴിക്കുന്ന അതിൻ്റെ സ്പീഡ്. അങ്ങനെ ആണ് അതിൻ്റെ അടിയിൽ മുഴുവൻ. കാരണം ഈ കാണുന്ന ഡൽഹിയിലെ എല്ലാ സിറ്റികളും, ഈവൻ പാർലമെൻറ്റ് പോലും ഇതിൻ്റെ അടിയിൽ കൂടിയാണ് ഈ റെയിൽവേ ട്രാക്കുകൾ പോകുന്നത്. അല്ല, ഇത്രയും പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഇതിനൊന്നും ഒരു കേടുപാട് സംഭവിക്കാതെ ഇതിനടിയിൽ കൂടെ ഇത് പണിയണ്ടേ? അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ഒരു പ്രൊജക്റ്റുകളിൽ ഒന്നാണ് ഇതെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ നന്ദി പറയേണ്ടത് നമ്മുടെ ശ്രീധരൻ സാറിനോടാണ്. അതെ. അപ്പം എന്തായാലും നമുക്ക് എന്തായാലും മെട്രോയിൽ കയറിയിട്ട് നമ്മൾ താമസിക്കുന്ന ദ്വാരകയിലുള്ള റാഡിസൺ ബ്ലൂയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ദ്വാരക സെക്ടർ 13 സ്റ്റേഷനിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിന് മുന്നേ നമുക്ക് CPയിൽ ഇറങ്ങണോ? വേണ്ടല്ലേ? പോയേക്കാം. അങ്ങനെ മാർക്കറ്റ് സന്ദർശനങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് മെട്രോയിലൊക്കെ കയറി നമ്മുടെ ഹോട്ടലിലെത്തി. രാത്രിയായി. ഇനിയിപ്പോൾ ഒന്ന് റൂമിൽ പോയിട്ട് ഫ്രഷായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. റൂമും കൂടെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ അവസാനിപ്പിക്കാം. അവിടെ ദ്വാരകയിലുള്ള റാഡിസൺ ബ്ലൂ എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതൊരു ഗംഭീര ഹോട്ടലാണ് കേട്ടോ. വലിയൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. നമ്മൾ 4ാമത്തെ നിലയിലെത്തി. 4ാമത്തെ നിലയിൽ ആണ് നമ്മളുടെ റൂം. ഇത് ശരിക്കും ഒരു വലിയൊരു ഹോട്ടലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര നിലയുണ്ട് ഇത്? 5, 6, 7, 8, 9, 10 നിലയിലായിട്ട് എത്ര മുറി ഉണ്ടാവും അല്ലേ ഇവിടെ? നല്ലൊരു ഷോപ്പിംഗ് സെന്റർ. താഴെ ഒരു ഷോപ്പിംഗ് മോളുണ്ട്. ഇവിടെ താഴെ ഷോപ്പിംഗ് മോള്, അവിടെ കുറേ തുണിക്കടകളും അതല്ലാതെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇവിടെ കണ്ടില്ലേ നല്ലൊരു വെള്ള ഫൗണ്ടനും ചെറിയൊരു ഗാർഡൻ പോലൊക്കെ ആയിട്ട്. ഇന്നലെ ഇവിടെ ഒരു കല്യാണമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. 13 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടുത്തെ തണുപ്പ് കാണിക്കുന്നത് ഡൽഹിയിൽ. പക്ഷേ നല്ല ഒരു ചെറിയ കാറ്റും കൂടെ അടിക്കുമ്പോഴത്തേക്കിനും നമുക്ക് പുറത്ത് നിൽക്കാൻ പറ്റുകയല്ല. ഈ ജാക്കറ്റൊന്നും പോരാ. ഫുള്ളി തലയും കയ്യും ഒക്കെ മൂടാവുന്ന ടൈപ്പ് ജാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ റൂം 437. യെസ്, തുറന്നു. യെസ്, ഇതാണ് നമ്മളുടെ റൂമൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഉണ്ടോ? 2 ബെഡുണ്ട്. കൊള്ളാം, നല്ല റൂമല്ലേ? ഏകദേശം ഒരു 8,000-9,000 രൂപയ്ക്ക് സെല് ചെയ്യുന്ന ഒരു റൂമാണ്. അത് ഞങ്ങൾക്ക് agoda.com നിന്നും ഞങ്ങൾക്ക് 5,500 രൂപയ്ക്ക് ഇന്നലെ ഒരു ഓഫർ പ്രകാരം ഞങ്ങൾക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇതിനകത്തെ ബാത്റൂം കൊണ്ടൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ബാത്റൂം. അടിപൊളിയല്ലേ? അപ്പോൾ എന്തായാലും നാളെ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. നാളെ വൈകിട്ടാണ് ഫ്ലൈറ്റ്, വിസ്താരയുടെ ഫ്ലൈറ്റിനാണ് തിരിച്ചു പോകുന്നത് ഡൽഹിയിൽ നിന്നും കൊച്ചിയിലേക്ക്. പിന്നെ അതിനുശേഷം അടുത്ത യാത്രകളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വഴിയിൽ വരും. ബാക്കിയുള്ള മറ്റൊരു തകർപ്പൻ യാത്രാ വീഡിയോയുമായി നമുക്ക് അടുത്ത വർഷം കാണാം. തിരിച്ചു പോകുന്നത് ഞാൻ ഷൂട്ട് ചെയ്യണോ എന്നെനിക്കറിയില്ല. നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നാളെ ഒരു ദിവസം റിലാക്സ്ഡ് ആയിട്ട് തിരിച്ച് യാത്ര ചെയ്യാമല്ലോ. അതാണ് പ്ലാൻ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതിലേക്കും